ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഉച്ചക്കലത്തെ കറിയാണ് കേട്ടോ വെക്കുന്നത്. പരിപ്പും കൂർക്കയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പരിപ്പ് എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് കഴുകുകയാണ് കേട്ടോ. കഴുകിയിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനി അതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള കൂർക്ക ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ തലേ ദിവസം കാക്കി വെച്ച കാരണം കേട്ടോ കുറച്ച് കറുത്ത കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളകും പൊടിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും 2 പച്ചമുളക് നടുകെ കീറിയതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് കുക്കർ വിസിൽ വെച്ചിട്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. കുക്കർ 3 വിസിലടിച്ചിട്ട് ഒന്ന് അവിടെ ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ നിർത്തിട്ട് അപ്പോൾ ചൂടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ എയറൊക്കെ കളഞ്ഞ് ഒന്ന് തുറന്നു കേട്ടോ. കുക്കർ തുറന്ന് നോക്കുമ്പോൾ അതാട്ടോ അതിൽ കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റിക്കണം. പിന്നെ കൂർക്ക വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല കൂർക്കയായിരുന്നു കേട്ടോ. കൂർക്ക വെന്തിട്ടുണ്ട്. ഇനി അത് ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിലത്തെ വെള്ളം ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് തേങ്ങ ശരിയാക്കണം. അപ്പോൾ തേങ്ങ നോക്കുമ്പോൾ ഇങ്ങനെ ഇളകി വന്ന തേങ്ങയാണ് ഇപ്പോൾ കിട്ടണത് കേട്ടോ. കൊട്ടത്തേങ്ങ പോലെ ആയ കാരണം വെള്ളമൊക്കെ വറ്റിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു അരമുറി എടുത്തിട്ട് അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കണം കേട്ടോ. അതിൽ ഒരു ചെറിയ ഉള്ളിയുടെ തൊലി കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായി അരച്ചെടുത്ത്. അപ്പോൾ അതാ കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി അതൊന്ന് കടുക് വറുത്തിടണം. അതിനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ കടുകും മുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് കറി താളിച്ചെടുത്തിട്ടാ. അപ്പോൾ നമ്മുടെ പരിപ്പും കൂർക്കയും റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മീൻ പൊരിച്ചതും കൂടെ ആയാൽ ഉച്ചക്കലത്തെ ചോറിനുള്ള കറികൾ റെഡി ആയിട്ട്. അപ്പോൾ ഒരു പച്ചക്കറിയുടെ കൂടെ ഒരു മീൻ പൊരിച്ചിട്ടുണ്ടായാലും നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ മീൻ വാങ്ങിയിട്ട് തലേ ദിവസം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് ഇനി അതൊക്കെ കായം പറ്റണം കേട്ടോ. ഇനി അത് കായം പറ്റാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ നല്ല അടിപൊളി പരിപ്പും കൂർക്കയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് ഒക്കെ വെച്ചിട്ട് ഇനി കായം പറ്റാൻ പാത്രം എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും സുർക്കയും ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീനിലേക്ക് തേച്ച് കൊടുത്തിട്ട് 1 അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ടൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ മീനെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണത്. 1 അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ വറുത്തെടുത്തു. ഈ മീൻ കറി വെച്ച് ആരും കഴിക്കില്ല, അപ്പോൾ വറുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ വറുത്താൽ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ മീനും വറുത്തെടുത്തിട്ടോ. അപ്പം ഇന്ന് ഉച്ചക്കൽക്കെന്ന് പറഞ്ഞാൽ പരിപ്പും കുറുക്കയുണ്ട്, മീൻ വറുത്തതുകൊണ്ട് അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.